Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു ചില്ലി പനീറിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് 2 ക്യാപ്സിക്കം, 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, മിൽക്കി മിസ്റ്റിന്റെ പനീർ എന്നിവയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പനീർ 200 ഗ്രാംസ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കടായി നമുക്ക് ചൂടാക്കാം. നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി മുഴുവനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ്. കാരണം ഇത് ചൈനീസ് റെസിപ്പിയാണ്. യൂഷ്വലി നമ്മൾ ചൈനീസ് വിഭവങ്ങളെല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഓയിൽ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം മാറേണ്ട ആവശ്യമില്ല. നല്ലൊരു മണം വന്നാൽ മാത്രം മതി. ഇത് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു കറിയാണ്. രാത്രി ചപ്പാത്തിക്കൊക്കെ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കറിയാണ്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്ന 2 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കും നമുക്ക് എളുപ്പം ചെയ്തെടുക്കാവുന്ന കുറേ കറികളുടെ വീഡിയോസ് ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്ന 2 ക്യാപ്സിക്കം ആണ്. എരിവിനായിട്ട് 2 പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സവാളയും ക്യാപ്സിക്കവും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ഒക്കെ ചേർക്കാനുള്ളതാണ്. അതിലൊക്കെ ഉപ്പ് കാണും. അതനുസരിച്ച് കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. 2 തക്കാളി അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്ക് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് സോസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറിക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചില്ലി സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോസൊക്കെ ചേർത്ത് നമുക്കിനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തേക്കുന്ന സോസസിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം പഞ്ചസാര, അതായത് ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം പഞ്ചസാര നമുക്ക് ചേർക്കാം. വളരെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ കറിക്ക്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് എത്ര ഗ്രേവി വേണം അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചേക്കുന്ന പനീർ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ക്യൂബ്സോ ചെറിയ ക്യൂബ്സോ ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി സാവധാനം മെല്ലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കാം. ഗ്രേവിക്ക് ചെറിയൊരു തിക്നെസ് കിട്ടാനായിട്ട് ഞാനിവിടെ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് അലിയിപ്പിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ ഒരു ചെറിയ ഷൈനിങ് ഉണ്ടാകും. നമ്മുടെ കറിക്ക് ഒരു ഗ്ലോസി എഫക്റ്റ് ഉണ്ടാകും.
ഇനി ഈ കോൺഫ്ലവർ കൂടി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ്. സ്പ്രിംഗ് ഒനിയൻ നമ്മുടെ റെസിപ്പിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുന്ന ഒരു കറിയുടെ ടേസ്റ്റ് നമ്മുടെ കറിക്ക് വരും. സ്പ്രിംഗ് ഒനിയൻ നമ്മുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. ഇനി നമ്മുടെ കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂട് ചപ്പാത്തിയുടെ ഒപ്പം നമ്മുടെ കറി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.